ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശില്പാസ് ട്വിൻ വേൾഡ്. ട്വിൻ വേൾഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്റെ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എനിക്ക് ട്വിൻ ബേബീസ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിന് ട്വിൻസ് വേൾഡ് എന്ന് പേരിട്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് പാരന്റിങ് റിലേറ്റഡ് ആണ്. ഞാൻ എന്റെ ബേബീസിന്റെ ലൈഫ് റിലേറ്റഡ് തന്നെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിപ്പോ പ്രഗ്നന്റ് ആയ ലേഡീസിനും ഇപ്പൊ അമ്മമാരായവർക്കും എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മെയിൻ ആയിട്ട് ഡയപ്പറിന്റെ ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഐ മീൻ എന്റെ കുട്ടികൾക്ക് ഞാൻ യൂസ് ചെയ്ത് ബെസ്റ്റ് ആയിട്ടും വേഴ്സ്റ്റ് ആയിട്ടും തോന്നിയ ഡയപ്പേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു ബോയും ഒരു ഗേളും ആണ്. അപ്പൊ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് കുറവായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് കാലം തന്നെ NICUവിന്റെ അകത്ത് അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് അവരെ കിട്ടി. പിന്നീട് നമ്മൾ ആസ് യൂഷ്വൽ വീട്ടിൽ കൊണ്ടുവന്നു, നോർമൽ കെയർ ഒക്കെ ആയിരുന്നു. ബട്ട് അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ രണ്ടുപേരെ ആദ്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവര് 2 hours കൂടുമ്പോഴുള്ള ഫീഡിങ്, അല്ലെങ്കിൽ ഇവര് എപ്പോഴും ഇവര് യൂറിൻ പാസ് ചെയ്യും. അപ്പോഴൊക്കെ നമുക്ക് ക്ലോത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമുക്ക് എന്ന് വെച്ചാൽ യൂസ് ചെയ്യാനുള്ള ക്ലോത്ത് ഇല്ലാതെയല്ല, ബട്ട് ഒന്ന് കഴുകുമ്പോഴത്തേനും ഇവര് യൂറിൻ സമയത്ത് സൗകര്യം നോക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മോന് ആദ്യത്തെ പാമ്പേഴ്സ് യൂസ് ചെയ്ത ടൈമിൽ ഒരു ദിവസം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ നോക്കി, അവന് പ്രോബ്ലം ഒന്നുമില്ല. ഒരു ഈവനിങ് ടൈമിലായിരുന്നു. അപ്പൊ മോർണിംഗ് മുതൽ ഞങ്ങൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. ഈവനിങ് ടൈമിൽ നമ്മൾ നോക്കിയ സമയത്ത് അവന് ഡയപ്പർ റാഷ് വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ കാലിന്റെ 2 സൈഡിലുമായിട്ട്. മോൾക്കല്ല, മോന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, ഓയിന്റ്മെന്റ് തന്നു. പിന്നെ അതൊക്കെ ക്യൂറായി, കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് അവരുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൈം ആയിരുന്നു അത്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ഒരേ ബ്രാൻഡ് പറ്റണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് പാമ്പേഴ്സിന്റെ ഒരു ബേസ് മോഡൽ, ആദ്യത്തെ ഒരു മോഡൽ ഞങ്ങൾ ട്രൈ ചെയ്തത്. ബട്ട് പിന്നീട് ഞങ്ങള് അവന്റെ കേസില് പാമ്പേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. അവന് ഞങ്ങൾ പിന്നെ മാമി പോക്കോ, ഹഗീസ്, ഇതൊക്കെയാണ് മെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു പാമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രീമിയം പാമ്പേഴ്സ്. പാമ്പേഴ്സിന്റെ തന്നെ പ്രീമിയം പാമ്പേഴ്സ്. ഇത് മിക്ക അമ്മമാർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ അത് മെയിൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നല്ല. അത് വളരെ ട്രൂ ആയിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ്, അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ അകത്ത് ഇത് ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് കുട്ടിക്ക് സ്കിന്നിന് അതെങ്ങനെയാ ഒരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബിക്കോസ് കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണത്. അതിന്റെ അകത്തുള്ള സോഫ്റ്റ്നെസ് അത്രയും നല്ല ഒരു ഇതാണ്. നമുക്ക് സ്കിന്നിന് ഒട്ടും റാഷസോ അല്ലെങ്കിൽ സ്കിന്നിന് യാതൊരു അലർജിയോ ഒന്നും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന്റെ ഇന്നർ പോർഷൻ. പിന്നെ സെക്കൻഡ് അവർ പറഞ്ഞത് വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ. അത് ശരിയാണ്. ഒട്ടും എത്രത്തോളം യൂറിൻ അതിന്റെ അകത്ത് ഫില്ലായാലും വെറ്റ്നെസ് പുറത്തേക്ക് വരികയോ അത് പൊട്ടുകയോ അങ്ങനെയൊന്നും ഇതുവരെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. ബിക്കോസ് അത് വെറ്റ്നെസ് ശരിക്കും ഇൻഡിക്കേറ്റർ ആണ്, അത് അബ്സോർബ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ അകത്ത്. തേർഡ് വൺ, എയർ ചാനൽസ്. അതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം, അങ്ങനെ അവര് ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് എയർ ചാനൽസ്. എയർ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ചാനൽസ് ഉണ്ട്, അതായത് ലീക്കേജ് ഒട്ടും വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോൾഡിങ്, ഇതിന്റെ അകത്ത് തന്നെ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടും അവർ സെയിം നമുക്ക് ഡയപ്പർ നമുക്ക് വേസ്റ്റിലിടാൻ, നമുക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ലാസ്റ്റ് ഇത് യൂറിൻ എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്ത് ഒട്ടിക്കാനായിട്ട് അതിന്റെ അകത്ത് തന്നെ സ്റ്റിക്കറും അവൈലബിൾ ആണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇതിന്റെ അകത്തൊന്ന് ഓവറോൾ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഫ്ലെക്സിബിൾ വേസ്റ്റ് ബാൻഡ്, അതും വളരെ റിയൽ ആണ്. ഓരോ കുട്ടികൾക്കും ഓരോ സൈസ് ഉണ്ട്, സ്മോള്, മീഡിയം അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്റെ മോൾക്കാണ് ഞാനിപ്പോ യൂസ്, ഞാൻ പറഞ്ഞില്ല മോനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പാമ്പേഴ്സിൽ നിന്ന് ഉള്ളത് കൊണ്ട് ഞങ്ങൾ മോൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ മോളുടെ കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനേക്കാളും കുറച്ചുകൂടി സ്മോൾ സൈസും അവന് മീഡിയമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്മോൾ സൈസ് ആണെങ്കിൽ കൂടി കൊച്ചിനൊട്ടും അതൊരു ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലൂസ് ആയിട്ടോ ഒരു ഫീലിംഗും ഇല്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡ് അതിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അമ്മമാർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാമ്പേഴ്സ് ആണ് പ്രീമിയം പാമ്പേഴ്സ്. ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ഞാൻ പറഞ്ഞു എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ്സോ പോസിറ്റീവ്സോ നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഈ തീമിലൂടെ നിങ്ങൾ എത്തിക്കുന്നത്. പ്രീമിയം പാമ്പേഴ്സിന്റെ ഇന്നർ സൈഡ് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇതറിയാം, ഞാൻ പറഞ്ഞില്ലേ ഇന്നർ സൈഡ് എന്ന് പറഞ്ഞത് ശരിക്കും സോഫ്റ്റ് ആണ്. ബിക്കോസ് അവർ കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ് അവർ എഴുതിയതുപോലെ തന്നെയാണ് ഇതിന്റെ ഇന്നർ പോർഷൻ.
കൊച്ചിന് ഒരിക്കലും സ്കിന്നിന് ഇതൊരു യാതൊരു അലർജി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഞങ്ങൾ യൂസ് ചെയ്തിട്ട് എന്റെ മോൾക്ക് ഇതുവരെ ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ യൂസ് ചെയ്യുന്നത് ഇതാണ്. ബിക്കോസ് അവളുടെ കേസിൽ അവൾക്ക് 2 പാമ്പേഴ്സ് നൈറ്റിൽ എന്തായാലും ആവശ്യം വരും. ബിക്കോസ് അവൾ അത്രയും യൂറിൻ പാസ് ചെയ്യും. അപ്പൊ അത് ഫില്ലായിട്ട് ഞാൻ എപ്പോഴും രാത്രി എഴുന്നേറ്റ് മാറ്റുന്നതാണ് പതിവ്. പക്ഷെ മോന്റെ കേസിൽ എനിക്ക് അത്രയും ഇല്ല, കാരണം അവൻ നൈറ്റിൽ അത്രയും യൂറിൻ പാസിന്റെ ഒരു സ്വഭാവം ഇല്ല അവന്. അപ്പൊ മോർണിംഗ് ടൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് മാറ്റിയാൽ മതി, ബിക്കോസ് അതിന്റെ അകത്ത് ഫില്ല് ആവുന്നില്ല, അതുകൊണ്ട് അവൻ ഉറങ്ങും. ഇവള് പകുതി ഒരു ഓൾമോസ്റ്റ് ഒരു 2 o'clock ഒക്കെ ആവുമ്പോഴത്തേനും ഇവള് മിക്ക നൈറ്റിലും അവള് തന്നെ അത് നമുക്ക് കാണിച്ചു തരും. അവള് തന്നെ കിടന്ന് ഇതാവും. എങ്ങാനും ഞാൻ ഉറക്കത്തിൽപ്പെട്ട അവള് തന്നെ നമ്മളെ വിളിക്കും. സോ അങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും. ബട്ട് ഇത് ഞാൻ പറഞ്ഞില്ല, ഇതാണ്ട് എയർ ബോൾസ് എന്ന് പറഞ്ഞത് ഇതിന്റെ അത് കാണാം. അവരത് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ അകത്ത് അവർ പറയുന്ന പോലെ ജെൽ എന്ന് പറഞ്ഞാൽ അലോവേരയുടെ ജെല്ലാണ് ഇതിന്റെ അകത്ത്. ഐ മീൻ അലോവേരയുടെ ഒരു ലെയർ ഇതിന്റെ അകത്തുണ്ട്. അത് കുട്ടികൾക്ക് സ്കിന്നിന് കുട്ടികൾക്ക് നല്ല വലിയവർക്ക് എല്ലാം അലോവേര നമ്മൾ അറിയാലോ, ഓൾറെഡി സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലൊരു സംഭവമാണ്. സോ അത് ഇതിൽ കാണാം. പിന്നെ വരുന്നത് ഈ ഡയപ്പറിന്റെ ഇലാസ്റ്റ്, ഈ വേസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഹാർഷ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഹിപ്പ് സൈഡിലൊക്കെ റാഷസ് വരിക അങ്ങനെയുള്ളതൊന്നും വരില്ല. സൈഡിലാണെങ്കിലും സെയിം. കുട്ടികളുടെ കാലിന്റെ സൈഡ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിപ്പോ ഇനിയുള്ള അമ്മമാർക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്റെ ഷെയർ ചെയ്യുന്നു മാത്രമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പ്രീമിയം പാമ്പേഴ്സ് എന്തായാലും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അതായത് ബേബീസ് ഉള്ള അമ്മമാർക്ക്, ഇപ്പൊ പ്രഗ്നന്റ് ആയ ലേഡീസിന് പോലും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എപ്പോഴായാലും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയണം, ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. സംഭവം എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കേസിൽ എപ്പോഴും റിസ്ക് എടുക്കില്ല അല്ലേ. നമ്മൾ കുറച്ച് വില കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാലും കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും നല്ലത് യൂസ് ചെയ്യുക. കാരണം പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഡയപ്പർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലും, ഞാൻ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫ്യൂച്ചറിലാണെങ്കിലും ഡയപ്പർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഫ്യൂച്ചറിൽ നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് ഉണ്ടാവും എന്നല്ല, ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഡയപ്പർ ഒരുപാട് യൂസ് ചെയ്യാൻ ആരും സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മളുടെ പോലുള്ള ജനറേഷനിൽ പാരന്റ്സിന് ഇതില്ലാതെ പറ്റില്ല. ബിക്കോസ് എസ്പെഷ്യലി എന്റെ കേസിൽ എനിക്ക് ട്വിൻസ് ആണ്. അപ്പൊ എനിക്ക് ഡയപ്പർ ഇല്ലാതെ പറ്റില്ല. രാത്രി ഇവർ ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ബെഡ്ഷീറ്റും നമ്മുടെ ഡ്രസ്സും അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അവരുറങ്ങില്ല, നമ്മൾ ഉറങ്ങില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ഡയപ്പർ ഒരിക്കലും നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഡയപ്പർ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു ടൈം പീരീഡ് വരെ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഡയപ്പർ എന്നല്ല, മോർണിംഗ് ടു ഈവനിങ് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. കുട്ടികൾ സാധാ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ തന്നെയാണ്. അത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്ന അങ്ങനെ. പക്ഷെ നൈറ്റില് ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കാൻ വേറെ നിവർത്തിയില്ല. മാമി പോക്കോ, ഇത് എന്റെ മോന് വളരെ ഇഷ്ടമുള്ള ബ്രാൻഡാണ്. ബിക്കോസ് നമ്മൾ പരസ്യത്തിൽ എപ്പോഴും കാണുന്നതാണ് മോമി പോക്കോ. അപ്പൊ അതിൽ കുട്ടി വരുമ്പോ അവൻ എപ്പോഴും കൈയടിച്ച് ഭയങ്കര ചിരിയായിരിക്കും. അപ്പൊ മോമി പോക്കോന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കിതിൽ മെറിറ്റും ഡീമെറിറ്റും പറയാനുണ്ട്. വളരെ ഫേമസ് ബ്രാൻഡാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിലെ ഏറ്റവും വലിയ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫിനാൻഷ്യലി നോക്കുമ്പോൾ ഇത് അത്ര എക്സ്പെൻസീവ് അല്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാമ്പേഴ്സ് ആണ് മാമി പോക്കോ. പക്ഷെ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇതില് 2 മോഡൽസ് ഉണ്ട് മെയിൻ ആയിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മോഡൽ ആക്ച്വലി നമുക്ക് നല്ലതാണ്. ഐ മീൻ അത്ര ലീക്കേജോ പ്രോബ്ലംസോ ഒന്നും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഇതിന് തൊട്ട് മുമ്പ് മാമി പോക്കോ ഒരു മോഡൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ഉണ്ട്. ബട്ട് അത് കൂടുതൽ ഇപ്പോ ആ മോഡൽ അവൈലബിൾ അല്ല. അത് നമ്മൾ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമുക്ക് അത് കിട്ടും. നമ്മൾ അറിയില്ലല്ലോ കവറിന്റെ അകത്ത് ഏത് മോഡലാന്ന്. നമുക്ക് ജസ്റ്റ് നമ്മൾക്ക് നോക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല, മാമി പോക്കോ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. അപ്പൊ അതിന്റെ അകത്ത് ആ പാമ്പേഴ്സിൽ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഇല്ല. കാരണം അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ 2 തവണ ഒരു നൈറ്റിൽ 2 പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണ് അവള്. അപ്പൊ ഒരു തവണ പാമ്പേഴ്സ് മാറ്റുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ലീക്കായി. പല ദിവസങ്ങളിലും കുറച്ച് ടൈം ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു 12 o'clock ആകുമ്പോൾ തന്നെ അത് ലീക്കായി തുടങ്ങും. ലീക്കായി ബെഡ്ഷീറ്റ് എല്ലാം ആയി മാറ്റേണ്ടി വന്നിട്ടുണ്ട് പല രാത്രികളിലും. അതുകൊണ്ട് തന്നെ ഞാൻ അത് നൈറ്റില് എന്നല്ല, ആ ഒരു മോഡലാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. പെട്ടെന്ന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും എപ്പോഴും ഉറക്കത്തില്. അവളുടെ ലീക്കായെന്ന് എനിക്കും ശരിക്കും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ആ ഒരു മോഡൽ. പക്ഷെ ഈ മോഡൽ ഇതിന്റെ തന്നെ ഒരു ബ്ലൂ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ മോഡല് കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര ലീക്കേജ് ഇല്ല. ഇതുപോലെ 2 പേർക്കും മാറ്റി ഞാൻ അവനും യൂസ് ചെയ്യും, അവൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം പാമ്പേഴ്സ് ആണ് അവൾക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങുമ്പോൾ മോമി പോക്ക് കിട്ടുമ്പോൾ അവൾക്കും അത് വാങ്ങും, അവനും അത് വാങ്ങും. അങ്ങനെയാണ് ഞാൻ അവൾക്ക് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവന്റെ കേസിൽ വലിയ പ്രോബ്ലം ഇല്ല. അവന് അത്രയും ലീക്കേജ് പ്രോബ്ലംസ് ഇല്ലാത്തത് കൊണ്ട് അവന് 2 മോഡലും ഓക്കെയാണ്. ബട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പ്രീവിയസ് മോഡൽ എന്ന് പറയും, ഇതിന്റെ തന്നെ വേറെ മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അത്. ബിക്കോസ് അത് ലീക്കേജ് ചാൻസസ് കൂടുതലാണ്. കാരണം അതിന്റെ ഇന്നർ ക്ലോത്ത് ഐ തിങ്ക് അങ്ങനത്തെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. പക്ഷെ ഈ മോഡൽ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പറഞ്ഞ ഈ ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലേറ്റസ്റ്റ് എന്നല്ല,
ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷമുള്ള ലേറ്റസ്റ്റ് അങ്ങനെ യൂസ് ചെയ്ത്. ചിലപ്പോൾ ഓൾറെഡി ഇത് അമ്മമാർക്ക് പരിചയമുള്ളതായിരിക്കും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നരുത് നെഗറ്റീവ് സൈഡായിട്ട് ഇതെനിക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവും വീഡിയോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസ്. എനിക്ക് ബേബി ആയ ശേഷമാണ് ഞാൻ ആക്ച്വലി പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നതും പാമ്പേഴ്സ് അത് ഡിസ്പോസ് ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ടതും അറിഞ്ഞതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മോഡല്. ഇതിൽ വലിയ ഇഷ്യൂസ് ഇല്ല. കാരണം ഇന്നർ ക്ലോത്ത് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. കുറച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ പ്രീമിയം പാമ്പേഴ്സിന്റെ ആ ലെവലിൽ വരുന്നില്ലെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു പാമ്പേഴ്സ് ആയിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇതിന്റെ വേറൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്റെ അടുത്ത് ഇല്ല ഇപ്പോ. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ അത്ര അവൈലബിലിറ്റി ഇല്ല. അത് ഇടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇനി വരുമ്പോ ആകുമ്പോ. അത് കുറച്ച് ലീക്കേജ് ചാൻസ് ഉള്ളതാണ്. ബിക്കോസ് അത് ഇത്തിരി വളരെ നൈസായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ യൂറിൻ പാസ് ചെയ്യുന്ന യൂറിൻ ഫില്ല് ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി പൊട്ടുവാണ്, ബ്രേക്ക് ആവുകയും ചെയ്യുന്നത്, യൂറിൻ ലീക്കേജും വരുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഹഗീസ്. ഹഗീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ വലിയ അത്ര ഫ്രണ്ട്ലി, ഏറ്റവും നമുക്ക് എക്സ്പെൻസീവ് ആണോ നോക്കി കഴിഞ്ഞാൽ പ്രീമിയം മെമ്പേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാമിക്കോക്കാണ്. ഹഗീസും ഞങ്ങൾ ഈ ഇടയ്ക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയ ഒന്നാണ്. ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മോനാണ് ഇതൊക്കെ മാറ്റാറുള്ളൂ. എന്ന് വെച്ചാൽ അവന് ഈ ലീക്കേജ് പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് പാമ്പേഴ്സ് ഒഴികെ ഈ ഹഗീസും മാമിപ്പോക്കൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മോനാണ്. അപ്പോ അവന്റെ കേസിൽ ഇത് ഹഗീസ് വലിയ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. ഇതുവരെ ലീക്കേജ് ഒന്നും വന്നിട്ടില്ല, വലിയ പ്രോബ്ലംസ് ഇല്ല. ഈ പറഞ്ഞ പോലെ അധികം ഒരു ഫില്ലായി എന്നുള്ള ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല. നൈറ്റിലാണെങ്കിലും വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു ആവറേജ് അല്ലെങ്കിൽ നല്ലൊരു പാമ്പേഴ്സ് തന്നെ ഇതിനെ പറയാം. ഹഗീസും അപ്പൊ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പാമ്പേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ വലിയ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. ഇന്നർ പോർഷനും കുഴപ്പമില്ല. ഇതിനും ഈ പറഞ്ഞ പോലെ റഫ് അല്ല, ഇത് കാണാൻ റഫ് ആണെങ്കിലും ബട്ട് അത് കുഞ്ഞുങ്ങൾക്ക് ഒരു സോഫ്റ്റ്നെസ് ഇതിന്റെ ഇന്നർ സൈഡിൽ ഉണ്ട്. അതുകൊണ്ട് സ്കിന്നിന് അലർജീസ് ഒന്നും വരില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാമ്പേഴ്സിന്റെ ഒരു മോഡലിൽ നിന്ന് മാത്രമാണ് റാഷസ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക്. അപ്പൊ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം റാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ നന്നായിട്ട് അത് കൂടുതൽ അധികം ആവാം. നമുക്ക് ചില ഡോക്ടേഴ്സ് ചീത്ത പറയും, മനസ്സിലായോ, നമ്മൾ യൂസ് ചെയ്ത് ശ്രദ്ധിക്കാണ്ടാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ 3 പാമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പൊ ദിസ് വൺ ഓൾസോ ഗുഡ്. ഇത് പാമ്പേഴ്സിന്റെ വേറൊരു മോഡല്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ മോന് ട്രൈ ചെയ്തിട്ട് ഇത് ആണ് എനിക്ക് എക്സ്പീരിയൻസിൽ ആ റാഷസ് വന്നു എന്ന് പറഞ്ഞത്. മേ ബി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് സ്റ്റാർട്ടിങ്, അതായത് അവൻ ജനിച്ച് 1 മന്ത് ആവുന്നുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് സ്കിന്നൊക്കെ ജസ്റ്റ് സെറ്റായി വരുന്നുള്ളൂ. അപ്പൊ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 10 days തന്നെ അത് മാറ്റി. പിന്നെ ഞങ്ങളൊരു എനിക്കൊന്ന് 3 months 2-3 months കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് റെഗുലർ ആയിട്ട് പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അതുവരെ ഞങ്ങൾ ക്ലോത്തിങ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറ്റ് ക്ലോത്ത്, നമ്മള് വീട്ടിലുള്ള ക്ലോത്ത് തന്നെ യൂസ് ചെയ്തത്. അപ്പൊ ഇതിലാണ് ഞങ്ങൾക്ക് ആക്ച്വലി കുഞ്ഞിന് റാഷ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വരില്ല, എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്. എന്റെ മോന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു അലർജി തോന്നി അന്ന്. ബട്ട് അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോനല്ല, അവൾക്കാ യൂസ് ചെയ്ത് ഞങ്ങള്. അപ്പോഴും വലിയ ഇഷ്യൂസ് ഒന്നും പിന്നെ തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്നർ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രീമിയം പാമ്പേഴ്സ് പോലെ സോഫ്റ്റ് ഒന്നുമല്ല. പക്ഷെ ഇതിനും എയർ ബോൾസ് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇവരും സെയിം കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഒബ്വിയസ്ലി നമ്മുടെ ക്യാഷ് അനുസരിച്ച് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മാറും. ഇതിന്റെ അകത്ത് ബേസിക്കലി അലോവേരയുടെ ലെയർ ആണ് ഇതിന്റെ അകത്തുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലംസ് നോർമലി വരില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വന്നതെന്ന് മാത്രമാണ് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പാമ്പേഴ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് എനിക്കൊന്ന് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എസ്പെഷ്യലി ഇപ്പൊ പ്രഗ്നന്റ് മോംസ്, ഇപ്പൊ ന്യൂജൻ മോംസ് ഒക്കെ ആണെങ്കിൽ അവർ ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ, അതായത് അല്ലെങ്കിൽ സി സെക്ഷൻ ആയിരിക്കോ നോർമൽ ഡെലിവറി ആയിരിക്കോ, അത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പ്, നമ്മളുടെ ലുക്ക്, കുഞ്ഞിന്റെ കാര്യം, അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത്. നമ്മൾ വണ്ണം വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഡയപ്പർ ഒന്നും ആദ്യം നമ്മൾ ചിന്തിക്കില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഡെലിവറിക്ക് മുമ്പ് ഡയപ്പർ എപ്പോ യൂസ് ചെയ്യണം, ഡയപ്പറിനെ പറ്റി എന്താണെന്നൊന്നും. അപ്പോ ഇപ്പോ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ബോധറായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും മേ ബി ഈ വീഡിയോ യൂസ്ഫുൾ ആവാം അതിനുവേണ്ടി. കാരണം ഞാനും ഒരു സീറോയിൽ നിന്ന മമ്മിയാണ്. ഇപ്പൊ ഞാൻ എന്റെ മക്കളെ കുറച്ചുകൂടി നന്നായിട്ട് കെയർ ചെയ്യാൻ പഠിച്ചു. എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. സോ പാമ്പേഴ്സ് ഒക്കെ ഏത് യൂസ് ചെയ്യണം, എപ്പോ യൂസ് ചെയ്യണം, അവർക്ക് ഫുഡ് എല്ലാം എനിക്ക് ഒരുവിധം ഞാൻ സെറ്റായി. അപ്പൊ നിങ്ങളും അതിലേക്ക് വരുമായിരിക്കും. അപ്പൊ അതിനു മുൻപ് നിങ്ങൾക്ക് ഡയപ്പറിന്റെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.